ഹലോ സ്റ്റുഡൻസ്. വെൽക്കം ബാക്ക് ടു എട്രി ലേണിംഗ്. ഇന്ന് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ ക്ലാസ്, അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ സെക്കൻഡ് ഭാഗം നിന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മളെല്ലാവരും ഹീറോസ് ആണ്. നമ്മളെല്ലാവരും എന്താണ്, ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പോകുന്ന നല്ല ഹീറോസ് ആണ്. അപ്പം എൻ്റെ കൂടെ കറക്റ്റായിട്ട് ഇരിക്കുന്നു, പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കഥയിലോട്ട് കിടക്കാം. അപ്പോൾ കഥ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ദിൽനയും, നമ്മുടെ കഥയിലെ നായകന്മാരായിട്ടുള്ള ദിൽനയും, അതുപോലെ തന്നെ ദിൽനയുടെ അനിയനായിട്ടുള്ള ഐസക്കും, ഇവർ രണ്ടുപേരും വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മഴ കാണാണ്. മഴ കണ്ടതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അവർ രണ്ടുപേരും വീടിന്റെ ഉള്ളിലോട്ട് പായാണ് അല്ലേ. മീൻസ് വീടിന്റെ ഉള്ളിലോട്ട് അവർ ഓടുകയാണ്. ഓടി നേരെ പോകുന്ന കിച്ചണിലോട്ട്, അടുക്കളയിലോട്ടാണ്. അടുക്കളയിൽ പോയപ്പോൾ എന്താ കണ്ടത്, ഒരു പ്ലേറ്റിൽ നിറയെ കുക്കീസ് ആണ് അവർ കണ്ടത് അല്ലേ. അവിടെ വരെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കാം, അതിന്റെ ബാക്കി കൂടി നോക്കാം കേട്ടോ. കുക്കീസ്, ഐസക് സെയ്ഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. എന്താ സംഭവിച്ചത്, കുക്കീസ്, ഐസക് സെയ്ഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. അതായത് ഐസക് ഇത് കണ്ടപ്പോൾ എന്താണ്, കുക്കീസ് എന്ന് ഒച്ചത്തിൽ ഭയങ്കര സന്തോഷത്തിൽ അവൻ പറഞ്ഞതും അവൻ എടുത്തതും ഒന്നിച്ചായിരുന്നു. ഗ്രാബ്ഡ് വൺ എന്ന് പറഞ്ഞാൽ അവനൊന്ന് എടുത്തു എന്നാണ് അർത്ഥം. അതായത് എന്താ സംഭവിച്ചത്, കുക്കീസ് എന്ന് അവൻ പറയുകയും ചെയ്തു, അതോടൊപ്പം തന്നെ നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് അവൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് ഒന്ന് എടുക്കുകയും ചെയ്തു. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. അവിടെ എന്താണ്, ദിൽനയും ഒരു കുക്കി, ഒരു ബിസ്ക്കറ്റ് എന്താണ് അതിൽ നിന്ന് എടുത്തു. ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ എടുത്തു എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. മം ഇറ്റ്സ് റെയിനിങ്, മം ഇറ്റ്സ് റെയിനിങ്, അമ്മേ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അതായത് ദിൽന പറയാണ്, അമ്മേ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഐസക് ഷൗട്ടഡ്, ദിൽന അല്ല കേട്ടോ, ഐസക് ആണ് പറഞ്ഞത്. മം ഇറ്റ്സ് റെയിനിങ്, ഐസക് ഷൗട്ടഡ്, അമ്മേ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഐസക് എന്താണ് പറഞ്ഞു. ദർ വാസ് നോ റിപ്ലൈ. ആ സമയത്ത് എന്താണ്, മറുപടി ഒന്നും കിട്ടുന്നില്ല. റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടി എന്നാണ് അർത്ഥം. അതായത് ഐസക് ഇത് പറഞ്ഞിട്ടും അമ്മയുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള മറുപടിയും വരുന്നില്ല. ഇത്രയുമാണെന്ത് നമ്മുടെ ഫൺ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ വരുന്നത് അല്ലേ. അതിൻ്റെ അണ്ടറിലായിട്ട് എന്താണ്, 3 ചോദ്യങ്ങൾ കൂടി കാണിച്ചിട്ടുണ്ട്. വേർ ദ ചിൽഡ്രൻ പ്ലേ. എവിടെയാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത്? എവിടെയാ കളിച്ചുകൊണ്ടിരുന്നത്? ബാക്ക് യാർഡിൽ അല്ലേ, അതായത് വീടിന്റെ വീട്ടുമുറ്റത്ത്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ. നിങ്ങൾക്ക് മഴയിൽ കളിക്കുന്നത് ഇഷ്ടമാണോ? നമ്മളോടാണ് ചോദിച്ചത്, നമുക്ക് മഴയിൽ കളിക്കുന്നത് ഇഷ്ടമാണോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മഴയിൽ കളിക്കാൻ. ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ, വാട്ട് മേ ബി ദി റീസൺ. ആ മൂന്നാമത്തെ ചോദ്യമാണ് കുറച്ച് ഒരു ക്യൂരിയസ് ആയിട്ടുള്ളത് കേട്ടോ. അതായത് അമ്മയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും കിട്ടിയില്ല. എന്തായിരിക്കും കാരണം? അതായത് എന്താ സംഭവിച്ചത്, നമ്മുടെ ദിൽനയും അവന്റെ അനിയനും കൂടെ അടുക്കളയിലെത്തി നോക്കി, ബിസ്ക്കറ്റൊക്കെ എടുത്തെങ്ങാണ്ട് ഐസക് നമ്മുടെ അമ്മയോട് പറഞ്ഞു എന്ത്, അമ്മേ പുറത്ത് നല്ല മഴയുണ്ട് സോ എന്ന്. അപ്പം എന്തില്ല, അമ്മയുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്തായിരിക്കും നമ്മുടെ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? നമുക്ക് നോക്കാം അല്ലെ, നമുക്ക് അടുത്ത പാഠത്തിൽ നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ കമന്റിൽ. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.